ജനുവരി 7 കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് ആധികാരിക സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ കേരളത്തിലുടനീളമുള്ള പരശതം അംഗങ്ങൾക്ക് ഒരു തീരാനഷ്ടത്തിന്റെ ഓർമ്മ ദിവസമാണ്. അന്ന് ലെൻസ്ഫെഡിന്റെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ PK ബാലൻ ഞങ്ങളുടെ ബാലേട്ടന്റെ ഓർമ്മ ദിവസമാണ്, അനുസ്മരണ ദിവസമാണ്. ശതാബ്ദങ്ങൾ കഴിഞ്ഞാലും മാറി വരുന്ന തലമുറകൾക്ക് ഓർത്തുവെക്കാൻ ഒരുപാട് നന്മകൾ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ സൂക്ഷിക്കുന്നവരാണ് മഹാന്മാരെന്നറിയപ്പെടുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ ചേർത്തു പിടിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന മഹാരഥന്മാരാണവർ. ആ ശ്രേണിയിലേക്ക് ഉയർന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു ലെൻസ്ഫെഡിന്റെ സ്ഥാപക പ്രസിഡന്റായ ഞങ്ങളുടെ ബാലേട്ടൻ. 2 ദശാബ്ദക്കാലത്തിന് മുമ്പ് സംഘടനയുടെ പ്രാരംഭദശയിൽ തന്റെ സജീവ നേതൃത്വം കൊണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന അനിഷേധ്യ നേതാവായിരുന്നു അദ്ദേഹം. അയജ്ഞലളിതവും ആകർഷകവുമായ വാഗ്ധോരണികളാൽ നമ്മളെയൊക്കെ പിടിച്ചു നിർത്തിയ വലിയ പ്രാസംഗികനായിരുന്നില്ല ബാലേട്ടൻ. പക്ഷെ തന്റെ ആത്മാർത്ഥമായ സംഘടനാ പ്രവർത്തനം കൊണ്ടും അംഗങ്ങളോടുള്ള ആകർഷകമായ പെരുമാറ്റം കൊണ്ടും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ വലിയ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു വലിയ നേതാവിന്റെ വേഷഭൂഷാദികളോ ഭാവവിഹലതകളോ ഉണ്ടായിരുന്നില്ല. കാഷായ വസ്ത്രവും ജടപിടിച്ച മുടിയുമൊക്കെ യോഗികൾക്കും സന്യാസിമാർക്കും അത്യന്താപേക്ഷിതമാണെന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വന്യനായ ഗുരുവര്യൻ ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: മറിലണിഞ്ഞില്ല രുദ്രാക്ഷമാലകൾ, ബുധിയില്ല ജടയുമില്ല, വിഷതൻ മറയോടില്ല, യോഗദണ്ഡില്ല കയ്യിൽ, യോഗികൾക്കെന്തിനു വേഷം. മറിലണിഞ്ഞില്ല രുദ്രാക്ഷമാലകൾ, ബൂതിയില്ല ജടയുമില്ല, വിഷതൻ മറയോടില്ല, യോഗദണ്ഡില്ല കയ്യിൽ, യോഗികൾക്കെന്തിനു വേഷം എന്ന്. ഈ വാക്കുകൾ ബാലേട്ടന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ശരിയായ യോഗികൾക്ക് രുദ്രാക്ഷമാലകളോ വിഭൂതി അണിഞ്ഞ നെറ്റിയോ ആവശ്യമില്ല. ജടപിടിച്ച മുടിയോ കാഷായ വസ്ത്രങ്ങളോ അതിന് ഒരു ഉപാധിയുമല്ല എന്നതുപോലെ തന്നെ വർത്തമാനകാല സംഘടനാ നേതാവിന്റെ വേഷങ്ങളോ മാനറിസങ്ങളോ ഇല്ലാതെ തന്നെ ബാലേട്ടൻ ലെൻസ്ഫെഡിന്റെ അനിഷേധ്യനായ നേതാവായിരുന്നു. മെമ്പർമാരുടെ കുടുംബത്തോട് സ്നേഹാന്വേഷണങ്ങൾ നടത്തുകയും ഓരോ ആഘോഷ ദിവസങ്ങളിലും അവർക്ക് ആശംസകൾ നേരാൻ മറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബ ബന്ധുവായ നേതാവായിരുന്നു ബാലേട്ടൻ. നാം ഒന്ന്, നമ്മളൊന്ന്, ലെൻസ്ഫെഡ് ഒന്ന് എന്ന ബാലേട്ടന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഇന്ന് എന്നത്തെക്കാളും പ്രസക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ബാലേട്ടന്റെ ഓർമ്മ പെരുന്നാൾ വന്നെത്തിയിരിക്കുന്നത്. ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനശ്വരമായ സംഭാവനകളെ കുറിച്ചുകൂടി പുതിയ തലമുറ ഓർക്കേണ്ടതുണ്ട്. സ്വത്വബോധമില്ലാതെ ദീർഘസുഷുപ്തിയിൽ ആണ്ടുകിടന്നിരുന്ന കേരളത്തിലെ സ്വകാര്യ എഞ്ചിനീയർമാരെയും സൂപ്പർവൈസർമാരെയും ആലസ്യത്തിൽ നിന്നുണർത്തി അവർക്ക് ആത്മവിശ്വാസത്തിന്റെയും അവകാശബോധത്തിന്റെയും ജീവരക്തം കുത്തിവെച്ച് സമരസജ്ജമാക്കിയ മഹാപ്രസ്ഥാനമാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എന്ന ലെൻസ്ഫെഡ്. അതിന് ശൈശവദശയിൽ നേതൃത്വം കൊടുക്കുകയും ആവേശം പകരുകയും ചെയ്ത മഹാനായിരുന്നു ബാലേട്ടൻ. ആ മഹൽ വ്യക്തിത്വത്തിന്റെ അനുസ്മരണ ദിവസമാണ് ജനുവരി 7. ആ മഹാനുഭവനെ സ്മരിക്കുകയും അദ്ദേഹം സംഘടനയ്ക്ക് ചെയ്ത സംഭാവനകൾ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലുടനീളമുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇന്ന്. മയ്യന്നൂരിലെ പുത്തലത്ത് താഴെ കുനിപ്പറമ്പിലെ വെട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയ ചിതയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. അങ്ങ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി കൊളുത്തിയ ഈ തിരുനാളം അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന്റെ പാതയിലെ പ്രോജ്വല തീപന്തമാക്കി കാലാധിവർത്തിയായി ഞങ്ങൾ കൊണ്ടു നടക്കും. പ്രിയതരമായ സ്വജീവിത വഴികൾ പോലും സംഘടനയ്ക്ക് ഊർജമായി നൽകിക്കൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ആ മഹാവ്യക്തിത്വത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 സ്മരണാഞ്ജലികൾ എഞ്ചിനീയർ ടോക്സ് അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ലെൻസ്ഫെഡ്.